മെസ്സി കേരളം മിസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ടർഫിന്റെ ഓണർ നമുക്ക് മെസ്സിയെ കാണാനുള്ള ഫ്രീ ടിക്കറ്റ് ആണ് തരുന്നത്. ഇതാ വരുന്ന നമ്മൾ ടർഫിന്റെ ഓണർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും കൈയെടുത്ത് ആരും കൈയടിക്കണ്ട. ആ വരുന്നത് ടർഫിന്റെ ഓണർ അല്ല, എന്റെ ഓണറാണ്. രാവിലെ 4 മണിയായപ്പോ ഞാൻ സൊസൈറ്റിയിൽ പാലും കൊണ്ട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. ആ സമയത്ത് വീട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ട് നീ എന്തോട് കോപ്പറായിട്ട് കാണിക്കുന്നത്? മെസ്സി വരുന്നു. അയ്യോ, മെസ്സേജ് വന്നേ. കഴിഞ്ഞ മാസം ലോണിന്റെ പൈസ അടച്ചിട്ടില്ല, അതായിരിക്കും മെസ്സേജ് വന്നത്. എനിക്കറിയാം. ഓ, മെസ്സി എന്ന് പറയുന്ന മെസ്സേജ്. നിങ്ങൾക്ക് മെസ്സിയെ കുറിച്ച് വല്ല അറിവുണ്ടോ? നിനക്ക് മെസ്സിയെ പറ്റി വല്ല അറിവുണ്ടോ? എനിക്ക് അറിവുണ്ടോന്നോ? മലപ്പുറം മഞ്ചൂരി FC ക്യാപ്റ്റന്റെ മകളായി ലക്ഷ്മിക്ക് മെസ്സിയെ കുറിച്ച് അറിയോന്ന്? കാൽപന്ത് കളിയുടെ രാജകുമാരൻ, ഫുട്ബോളിന്റെ ഇതിഹാസം, ബാഹുബലി, സത്യം പറഞ്ഞാ ഇവളെ കറണ്ടടിപ്പിച്ചാ പോരാ, ഇവളെ ലൈൻ കേവിന്റെ മുകളിൽ കൊടുത്തിട്ട് ഉരുട്ടണം. നിങ്ങൾക്കറിയാം, ഇന്നലെ 25 ലിറ്റർ പാല് ഞാൻ കറന്നു വെച്ചിട്ട് വേറെ പശുവിനെ കറക്കാൻ പോയപ്പോ ആ പാലെടുത്തോണ്ട് പോയി മെസ്സിയുടെ ഫോട്ടോ ഒഴിച്ചിട്ട് എവള് പറയണ് പാലഭിഷേകം ഒന്ന്. ഇപ്പൊ നാറിയിട്ട് അങ്ങോട്ട് അടുക്കാൻ പോയി. അറിയാം, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ വളർത്തി വഷളാക്കിയ നിങ്ങളുടെ കോച്ചിനെ പറഞ്ഞാൽ മതി. എന്റെ അച്ഛനോട് പറഞ്ഞത്. എന്റെ അച്ഛന്റെ പേര് വിജയൻ എന്നാണ് ചേച്ചി. ഇവളിപ്പോ വിളിക്കണ IM വിജയൻ. നിങ്ങൾക്കറിയാമോ, എന്റെ വീട്ടിന്റെ ഫ്രണ്ട് ഡോറിലെ വാതിൽ എവള് പൊളിച്ചു കളഞ്ഞു. എവള് ചോദിക്കണം ഗോൾ പോസ്റ്റ് എന്തിനാ അടച്ചു വെച്ചിക്കണേ. ഇപ്പൊ വഴി കിടക്കണ പൂച്ചയും പട്ടിയെല്ലാം വീട്ടിനകത്ത്. പട്ടി അടുക്കളയെ പെറ്റിടക്കണ്, പൂച്ച അടുപ്പി പെറ്റിടക്കണ്. പശുവിന്റെ പ്രസവം എടുത്തോണ്ടിരുന്ന ഞാൻ ഇപ്പൊ പട്ടീരെ പൂച്ചേരെ പ്രസവം എടുക്കേണ്ട അവസ്ഥയാണ് വീട്ടില്. ഞാനിപ്പൊ മൃഗ ഡോക്ടറാണ് ചേച്ചി, മൃഗ ഡോക്ടർ. അറിയാമോ? അതെല്ലാം പോട്ട് വയ്യാറക്കണ എന്റെ അപ്പൂപ്പയും വീട്ടിലെ റൂമിനകത്ത് നിന്ന് ചുമച്ച് സൗണ്ട് കൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ചോർന്ന കാർഡ് കൊടുത്ത് അപ്പൂപ്പനെ വെളിയിലാക്കി. ഞാൻ പാല് കൊണ്ടു കൊടുക്കാൻ വേണ്ടി സൊസൈറ്റി പോയിട്ട് വന്നപ്പോഴേ വീട്ടിനകത്ത് വേറൊരു അപ്പൂപ്പ ഇരിക്കണ്. ഞാൻ ചോദിച്ച ആരടിയെന്ന്. ഇവള് പറയാണ് എന്റെ അപ്പൂപ്പന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കി അപ്പൂപ്പനെന്ന്. അവളാണ് ഇവള്. അറിയാ, നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കും മിസ്റ്റർ പ്ലെയർ. എന്താ ഭർത്താവിനെ വിളിക്കണ പ്ലെയർ? എടീ നോയിക്ക, നിന്നെ ഞാൻ പ്ലെയർ നിലക്ക് ഇപ്പൊ കാണിച്ചു തരാടെ. നിന്നെ ഞാൻ കണ്ടില്ല. ഇവിടെ ഇവിടെ എവിടെ കാണാനില്ല ഇത്. ഞാൻ ടർഫ് ഓഫ് ദ ഓണർ എന്ന് വെച്ചാ എടാ ഈ ടർഫിന്റെ മുതലാളിയെന്ന്. ആഹാ, അപ്പൊ യവനാണ് എന്റെ ഭാര്യയെ വഴിതെറ്റിക്കുന്ന ആള്. ഞാൻ ആരെയും വഴിതെറ്റിക്കാറില്ല. എന്റെ ടർഫിൽ വന്ന് സ്ഥിരമായിട്ട് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ മെസ്സിയെ കാണാനുള്ള ടിക്കറ്റ് കൊടുക്കും. എന്നല്ല എടാ, നിനക്കറിയാവോ ഞാനൊരു ക്ഷീര കർഷകനാണ്. ഈ വെയിലത്ത് കിടന്ന് പണിയെടുക്കുന്നോണ്ടാണ് ഈ ക്ഷീണ കർഷകനായി പോകുന്നത്. ക്ഷീര കർഷകനല്ലടാ, ക്ഷീര കർഷകൻ. പശു വളർത്തുന്ന ക്ഷീര കർഷകനാണ്. എന്ന് വെച്ചാ എനിക്ക് 85 പശുവും ഒരു കാളയും ഉണ്ട്. മനസ്സിലായില്ല? 85 പശു ഒരു കാള. പുണ്യം ചെയ്ത കാള. കാളയായ ഇങ്ങനെ വേണം. ബാക്കി പറയടാ. അതല്ല, ഇവളെന്റെ പശുവിന്റെ ഒരു കാര്യം നോക്കൂല. ഇങ്ങനെ എന്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വരൂല. പശുവിനെ കറന്നു കഴിഞ്ഞാൽ പാല് കിട്ടും. ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ ഗോള് കിട്ടും. പശുവിന്റെ പാല് വിറ്റാലേ പൈസ കിട്ടും. ഗോളിന് വല്ല വിലയും ഉണ്ടാ? ആര് പറഞ്ഞു ഗോളിന് വിലയില്ലെന്ന്? മെസ്സി അടിക്കുന്ന ഓരോ ഗോളിനും കോടികളുടെ വിലയാണ്. ഓഹോ, പിന്നെ അങ്ങനെയാണോ? അപ്പൊ അത് തൂക്കിയെടുക്കുവോ അതാ ലിറ്ററിന് കൊടുക്കുവോ? ഇങ്ങനെ നിരക്കി കൊണ്ടുപോടാ, നിരക്കി കൊണ്ടുപോയി വെക്കും. എടാ മെസ്സി ആരെന്നറിയാടാ നിനക്ക്? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാനുള്ള വ്യക്തിയാണ് മെസ്സി. പൈസ ഇട്ടായിട്ട് കാര്യമില്ല, കുത്തിയില്ല, ഗ്യാസ് ഇറങ്ങി, കൂളിറങ്ങി, എന്നിട്ടും പുള്ളി ഇപ്പോഴും ഫാനിന്റെ മൂട്ടിൽ ഇരുന്ന് കാറ്റ് കൊള്ളും. എടാ, കറണ്ട് ചാർജ് കൂടൂടാ. നിന്റെ വീട്ടിൽ എത്ര കാളയുണ്ടെന്ന് പറഞ്ഞു? ഒരു കാള അല്ലടാ, 2 കാളയുണ്ട്. അപ്പൊ പശുവിന്റെ ഏതോ ഒന്ന് കാളയാണ്. ഒന്ന് നോക്കണം. ഫുട്ബോളിനെ കുറിച്ചിട്ട് ആവർത്തനം പറയാ, അങ്ങനെ പറയാ ചേച്ചി. അതേപോലെ പറയരുത്. ഞാനേ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പക്ഷേ
അവിടെ ഇതുപോലത്തെ ഗ്രൗണ്ടും വലിയ ഗോൾ പോസ്റ്റ് ഒന്നുമില്ല. നമുക്കൊരു ചെറിയ ഗ്രൗണ്ട്, സർക്കാർ സ്കൂളല്ലേ, അവിടെ ഒറ്റ പോസ്റ്റേ ഉള്ളൂ. അതിലൊരു സഞ്ചി തൂക്കിയിട്ടുണ്ട്, അതാണ് ഗോൾ പോസ്റ്റ്. നമ്മൾ ഇങ്ങനെ ബോൾ അടിച്ച് ഗോൾ പോസ്റ്റോട്ട് ഇടും. അപ്പൊ ഈ സഞ്ചി എന്ന് പറഞ്ഞാൽ പൊത്ത സഞ്ചിയാണ് സർക്കാർ സ്കൂൾ, പഴയ സ്കൂളിൽ. ആ സഞ്ചിയുടെ ബോൾ ഒന്ന് തറയെ വീഴും, അപ്പോൾ ഒരു ഗോൾ. വീണ്ടും നമ്മളിങ്ങനെ ബോൾ അടിച്ചിടും, അപ്പോൾ ആ സഞ്ചിയുടെ ബോൾ തറയെ വീഴും, അപ്പോൾ വീണ്ടും രണ്ടാമത്തെ ഗോൾ. സംഭവം മനസ്സിലായില്ലേ? അതായത് നമ്മൾ നിൽക്കരുത്, നമ്മൾ കാലിങ്ങനെ കയറ്റൂലേ, അതുപോലെ ബോൾ ഒന്ന് തറയെ വീഴും. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഫുട്ബോളിനെ ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങള് ഇതുപോലൊരു മരക്കിഴങ്ങിനെ എങ്ങനെ കല്യാണം കഴിച്ച്? അതൊരു വലിയ കഥയാ. ഇന്ന് തീരുവോ? അല്ലെങ്കിൽ പറയാ, ഷോർട്ടാക്കി പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ എന്നെ പെണ്ണ് കാണാൻ വന്നു തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ അടിച്ചൊരു സിസർ കട്ട്, അതിൽ ഞാനൊക്കെ വീണുപോയി. സിസ്റ്റർ കട്ട് അടിക്കാൻ അറിയാമോ? സിസ്റ്റർ കട്ടാ? പിന്നെ ഇറക്കം പോയി ഞാനാ? എടാ, സിൽപ്പർ ചെരുപ്പ് പൊട്ടി എന്റെ കാല് കൊണ്ട് ഇങ്ങനെയായി. ഇങ്ങനെ മാമന്റെ കഷത്തിൽ ഡയറി ഇരുന്ന് ആ ഡയറി പൊങ്ങി മോളിപ്പോയി. മോളിലോട്ട് പോയപ്പോ എവിടെ പറയണേ, ഞാൻ സിസ്റ്റർ കട്ട എന്തോ അടിച്ചെന്ന്. എനിക്കൊന്നും അറിഞ്ഞൂടാ. സംഭവം എന്താണെന്നറിയാമോ? നിങ്ങളെ പ്രശ്നം തീർന്ന് നിങ്ങളെ കുടുംബം നല്ല രീതിയിൽ പോണമെങ്കിൽ ഒന്നുകില് അണ്ണൻ ഫുട്ബോൾ പഠിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പശു പരിപാലനം പഠിക്കണം. അത് ഞാൻ പറഞ്ഞു. എവിടത്തെ ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് എന്റെ പശുവിനെ പരിപാലിച്ച് ജീവിക്കാൻ ഒരു ചാക്ക് പുല്ല് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പറിച്ചോണ്ട് പോവായിരുന്നു. ഞാൻ ഇവിടുത്തെ പറഞ്ഞ പുല്ല് ഇവിടെ ചാക്കെടുത്തോണ്ട് വരാൻ. എവിടുന്ന് പുല്ല് പറിച്ചോണ്ട്? ഇവിടെ പുല്ല് പറിച്ചോണ്ട് വെക്കൂടായിരുന്ന. എന്തുമാത്രം പുല്ല് കിടക്കണം അറിയോ ഇവിടെ? ഈ പുല്ല ഇത് പറിച്ച് നിന്റെ പശുവിന് കൊടുക്കാല്ലേ? നാളെ പശു ചാണകം ഇടുമ്പോ ആ ചാണകത്തിൽ നിന്ന് റബ്ബർ ബാൻഡ് ഉണ്ടാക്കാം. ഇത് പ്ലാസ്റ്റിക് പുല്ലടാ. പ്ലാസ്റ്റിക് പുല്ലെന്ന് നമുക്കല്ലേ അറിയാവൂ, പശുവിന് അറിഞ്ഞൂടല്ലോ. എടാ, നിന്റെ വീട്ടില് ഒരു കാളയുണ്ടെന്ന് പറഞ്ഞില്ലേടാ? ഒരു കാള? അതിനെ അങ്ങ് വിറ്റിയടാ. അത് വീട്ടിൽ ഒരു കാള മതിയടാ. എന്തിനടാ രണ്ട് കാള? അതേത് കാള? ഇതൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നാണ്. ഇങ്ങേക്ക് വിവരമില്ല. നിന്നെ ഞാൻ അടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോ ഈ ഭാര്യ വഴക്കുറയാൻ അടിക്കാനോ കാണിച്ച ഒരു ആരോഗ്യ ഊർജ്ജമൊക്കെ ഉണ്ടല്ലോ, അത് ആരോഗ്യമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പോർട്സ്മാൻ ആവാം, ഒരു ഫുട്ബോളർ ആവാം. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇതെന്താണ്? ഇതാ? ഇത് ബോള് അല്ല, ഇതാണ് നിങ്ങളുടെ ഭാര്യ. ഇതാണ് എന്റെ ഭാര്യ. പോയി പശുവിനെ പുല്ല് പറയടി, പശുവിനെ ചാണകം മാരടി, പോയി പശുവിനെ പാല് ഇറക്കടി. ഇത് തന്നെ അവള് കേൾക്കൂല. ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, എന്ത് പറഞ്ഞാലും അരങ്ങണില്ലല്ല. ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വന്നാ ഇപ്പൊ നിങ്ങൾ എന്തു വിചാരിക്കും? ഈ ഭാര്യയെ കൊണ്ട് ഭാര്യ വീട്ടിലാക്കണോ? ആ ഇരിക്കണതാണ് ഭാര്യ വീട്. ഇരിക്കണതാണ് ഭാര്യ വീട്. ആ പൊത്ത വീടാ, അതാണ് അവളെ വീട്. അഹങ്കാരമാണ്. നിങ്ങള് കാലുകൊണ്ട് തട്ടി തട്ടി തട്ടിക്കൊണ്ട് ഭാര്യ വീട്ടിലാക്കും. കാലുകൊണ്ട് തട്ടി തട്ടി കൊണ്ടുപോണ വഴിക്ക് ഇത് തടയാൻ അളിയൻ വരും, അമ്മാവൻ വരും, ചേട്ടൻ വരും, കൊച്ചിച്ചൻ വരും. ഇവരെയൊക്കെ വെട്ടിച്ച് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ. അവന്മാരെ എല്ലാം ഞാൻ നോക്കിയിരിക്കുന്ന വെട്ടി എറിയുന്നേ. ഓക്കെ, അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫുട്ബോൾ പഠിക്കാം. ഓക്കെ, പിന്നെ ബോളിൽ അടി വീഴുമ്പോ ഡബ് ചെയ്തോളണം. വീട്ടിൽ പോടി, അളിയന്റെ കവാലം നോക്കി അടിക്കാൻ പാടില്ല, കാലുകൊണ്ടടിക്കണം. വീട്ടിൽ പോടി, വീട്ടിൽ പോടി. മാമൻ വന്നു. മാമന്റെ കാലിന്റെ തൊടയിൽ മാമൻ തട്ടിക്കൊണ്ട് പോകണം, തട്ടിക്കൊണ്ട് വീട്ടിൽ കയറ്റരുത്. ഇനിയാണ് ട്വിസ്റ്റ്. എന്തോന്ന്? നേരെ വീട്ടിന്റെ ഫ്രണ്ടിൽ വരുമ്പോഴേ ആ വീട്ടിന്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുന്നു. നീ ആരാണ്? ഞാനാണ് അവളെ അച്ഛൻ. ഇത്രയും വളർത്തി വലുതാക്കിയ നാറി. സങ്കല്പത്തിലെ അച്ഛൻ, ഗോളിയായ അച്ഛൻ. സത്യം, എവളെ അച്ഛൻ ഗോളിയെ ഞാൻ നോക്കിയിരിക്കാൻ. ഞാൻ അതാണ് ആലോചിച്ചത്. ആ വീട്ടിന്റെ ഫ്രണ്ടിലെ മുറുക്കാൻ ചോദിച്ച ഒരുത്തായിരിക്കും, അതല്ലേ അവളെ അച്ഛനെന്ന്. തന്ത്രപരമായി പറ്റിച്ച് നീ ഇതിനകത്ത് ഗോൾ അടിക്കുന്നു, അതാണ് നിന്റെ കഴിവ്. തന്ത്രപരമായിട്ട് കേട്ടോ. ഓക്കെ. അച്ഛൻ മാമ ഒരു ചായ കുടിച്ചിട്ട് പോരാ, ചായ കുടിക്കാൻ. തെറ്റിച്ചെല്ലാം എല്ലാം തെറ്റിച്ച്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആവേശം കണ്ട? സൂപ്പർ. ഇതാണ് ഫുട്ബോളിന്റെ മാജിക്. സൂപ്പർ ആവേശം. എനിക്ക് ഒന്നുകൂടെ കളിക്കണം, ഒന്നുകൂടെ. മനസ്സിലായ? ഇതാണടാ യഥാർത്ഥത്തിലെ ഫുട്ബോൾ എന്ന് പറയുന്നതിന്റെ മാജിക്. അപ്പൊ ഇതാണ് മാജിക്. ഇതൊന്നും അല്ല, കാണാൻ പോകുന്നു ഫുട്ബോളിന്റെ യഥാർത്ഥ മാജിക്. എവിടെ? കലൂർ സ്റ്റേഡിയത്തിൽ മെസ്സി വരുമ്പോഴാണ് യഥാർത്ഥ
അപ്പൊ മെസ്സിയെ കാണാൻ പോണം. ഒരു മിനിറ്റ് ഓ ഓ ഓ മറ്റേ തെറ്റിച്ചല്ലി നന്നായി മനസ്സിലായി. ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഈ മെസ്സി ഉണ്ടല്ലോ ചിലപ്പം വരൂലെന്ന്. അയ്യോ ഓ അപ്പൊ കാണാൻ പറ്റൂല. കേരളത്തിൽ വരാൻ ഇപ്പൊ ചാൻസ് ഇല്ല എന്നാണ് ഇപ്പം പറയണ വാർത്ത. എനിക്കാണെങ്കിൽ ഈ ഒരു ആവേശം കൂടി ഇങ്ങനെ നിൽക്കുകയും ചെയ്യണം. മെസ്സി ഇല്ല, അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. അപ്പൊ മെസ്സിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം. ഇനി എന്തെങ്കിലും മെസ്സി കേരളത്തിലേക്ക് വരുമല്ലോ, വരും. ആ വരവിന് വേണ്ടി കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പാണ് ഇനി. പക്ഷെ ഒരു കാര്യം, മെസ്സി വരുന്നത് വരെ നമ്മൾ വീട്ടിലൊരു ടീം ഉണ്ടാക്കി നമ്മൾ കളിക്കുന്നു. ടീമോ? നമ്മൾ രണ്ടുപേരല്ലുള്ളൂ. എടി മണ്ടി, വീട്ടിൽ 85 പശുവില്ലേ, അതില് നമ്മൾ 11 പശുവിനെടുത്ത് ടീം ഉണ്ടാക്കും. ബാക്കിയുള്ള പശുവിനെ പറഞ്ഞു വിടും, ഓടാ പുല്ലേന്ന് പറഞ്ഞിട്ട്. ടീമായില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നീ പോയി കളിക്കാർക്കുള്ള പോഷകമുള്ള ആഹാരങ്ങൾ തയ്യാറാക്ക്. ആഹാരോ? ആ, കാടിവെള്ളം, പിണ്ണാക്ക്, പുല്ല്, വൈക്കോൽ, പോയി കാടി കിടക്കടി. സ്കിറ്റായിരുന്നു. പക്ഷെ ഈ സ്കിറ്റിന്റെ ഒരു ആവേശം മൊത്തം വന്ന് നമ്മുടെ ടീം അർജന്റീന. ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ എപ്പോഴും? ഇല്ല. അപ്പൊ ഇത് ആദ്യമായിട്ടാണ്. നല്ല എഫേർട്ടായിരുന്നു. അതിൽ നിന്നാണ് ആ കൗണ്ട് വന്നത്. ഫസ്റ്റ് പാട്ടില് നല്ല എനർജി ഉണ്ടായിരുന്നു നിമിഷ. വെരി ഗുഡ് എനർജി, എക്സലന്റ്. ഭയങ്കര എനർജി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ആ ഒരു എൻട്രി പോയിന്റ് വാസ് സൂപ്പർ. അത് നന്നായിരുന്നു. പിന്നെ നിങ്ങൾ രണ്ടാളെ പറ്റി ഒന്നും പറയാനില്ല. അമ്മമാര് ഞങ്ങളുടെ മമ്മമാരാണ്, അതെ. ഞങ്ങളുടെ അസറ്റ് ആണ്. അത്രേ ഉള്ളൂ. ഗംഭീരമായിരുന്നു അല്ലെ? ഭയങ്കര ചേഞ്ചായി, ഭയങ്കര ഫാസ്റ്റ്. അത് നമ്മൾ കൂടെ നിൽക്കുന്നവർ അതിലും കൂടുതൽ കളിക്കുന്നതുകൊണ്ടാ. എനിക്ക് ആ ഒരു കാര്യം മറ്റേ ആ കാലിന്റെ ഒന്ന് കാണിച്ചു തരുമോ? സ്ലിപ്പായിട്ട് കാല് പൊങ്ങിപ്പോയത്. അതെന്നെ കാണിക്കോ? അപ്പോഴാണ് ബാറ്ററി ചാർജ് ആവുക. സപ്പോർട്ട് വേണം. നല്ലൊരു കൈയ്യടി കൊടുക്കാം പ്രിയ പ്രേക്ഷകരെ. ലാലേട്ടന് ശേഷം അതാ ഗംഭീരമായിട്ട് ഒളിച്ചളിയാ കിടിലം. എന്തൊക്കെയല്ല നമ്മളിവിടെ കാണുന്നത്. അതിലൊരു 10% ചാർജ് ഒറ്റയടിക്കാൻ കയറി. അങ്ങനെയാണെങ്കിൽ എത്ര ചാർജ് കയറിയെന്നുള്ളത് നോക്കണ്ടേ? പിന്നെ നോക്കണ്ടേ? ആണ് ലഭിച്ചിരിക്കുന്നത്. ഓ 50ക്ക് അടിച്ചടിച്ചടിച്ച് ഞങ്ങൾ പിടിച്ചോളാം. നല്ല സബ്ജക്റ്റ് ആയിരുന്നു അല്ലെ? നല്ല സബ്ജക്റ്റ് ആയിരുന്നു, ഗംഭീരമായിരുന്നു. ഓക്കെ, പൈസ വേണോ? വേണം. ഓ അപ്പൊ ശരി ചേച്ചി, സൂപ്പർ, ക്രെഡിറ്റ് ആയിരിക്കാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്ത തവണ നമുക്ക് ഇവിടെ ഡാൻസ് കളിക്കണം. അത് കളിക്കണമെങ്കിൽ 50,000 രൂപ വീണ്ടും അടിക്കണം. അടിക്കുമല്ലോ? 75 ഓർത്ത് വെക്കണം. 75,000 അൺലോക്ക് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് എല്ലാവരോടും. അത് ഏത് ടീം അൺലോക്ക് ചെയ്യും എന്നുള്ളത് അറിയില്ല.